ഇൻസ്റ്റഗ്രാമിലെ റീൽസുകൾ പരസ്പരം പങ്കുവച്ചപ്പോൾ അവൾ അറിഞ്ഞിരുന്നില്ല അതിദാരുണമായി താൻ കൊല്ലപ്പെടുമെന്ന്. കഠിനംകുളം ആതിര കൊലക്കേസിന്റെ നടുക്കത്തിലാണ് ഇപ്പോഴും നാട്ടുകാർ. ഇൻസ്റ്റഗ്രാം സുഹൃത്തിനെ പോലീസ് തിരിച്ചറിയുന്നതുവരെ യുവതി കൊല്ലപ്പെട്ടത് എങ്ങനെയെന്നറിയാതെ ഓരോരുത്തരും ഞെട്ടലിലായിരുന്നു. 1 വർഷം മുമ്പായിരുന്നു അവർ പരിചയത്തിലാകുന്നത്. ഇൻസ്റ്റഗ്രാമിൽ റീൽസുകൾ പങ്കുവെച്ച് ആരംഭിച്ച സൗഹൃദം എപ്പോഴോ പ്രണയത്തിന് വഴിമാറി. ഭർത്താവും 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകനുമുള്ള ആതിരയോട് അവരെ ഉപേക്ഷിച്ച് ഒപ്പം വരാൻ ജോൺസൺ നിർബന്ധിച്ചിരുന്നു. ഒരുമിച്ചുള്ള ചിത്രങ്ങൾ കാണിച്ച് ഭീഷണിപ്പെടുത്തി ആതിരയിൽ നിന്ന് പണവും വാങ്ങി. ജോൺസന് ആതിര 1 ലക്ഷം രൂപയോളം നൽകിയിരുന്നതായും അന്വേഷണ സംഘം കണ്ടെത്തി. കൊലപാതകം നടക്കുന്നതിന് 3 ദിവസം മുമ്പും ജോൺസൺ ആതിരയിൽ നിന്ന് പണം വാങ്ങി. കൂടെ ചെല്ലാൻ ജോൺസൺ നിരന്തരം ഭീഷണിപ്പെടുത്തിയപ്പോൾ ആതിര ഇക്കാര്യം ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നു. പോലീസിൽ പരാതി നൽകാമെന്ന് രാജീവ് പറഞ്ഞെങ്കിലും ആതിര വിസമ്മതിച്ചതായി രാജീവ് പറയുന്നു. ഇൻസ്റ്റഗ്രാമിൽ നിരവധി ഫോളോവേഴ്സുള്ള ആളാണ് ജോൺസൺ. ഇയാൾക്ക് നിരവധി സ്ത്രീകളുമായി ബന്ധമുള്ളതായും പോലീസ് പറഞ്ഞു. കഴിഞ്ഞ 5 മാസത്തിനിടെ പലതവണ കഠിനംകുളത്തെ ആതിരയുടെ വീട്ടിൽ ഇയാൾ എത്തിയതായി പോലീസ് കണ്ടെത്തി. കൊലപാതകം നടക്കുന്നതിന് 5 ദിവസം മുമ്പാണ് ഇയാൾ പെരുമാതുറയിൽ വാടക വീടെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 9ഓടെയാണ് ഇയാൾ ആതിരയുടെ വീട്ടിലെത്തിയത്. അന്ന് രാവിലെ പ്രതി പെരുമാതുറയിലെ വാടക വീട്ടിൽ നിന്നും കത്തിയുമായി പോകുന്ന CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചു. സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടയാൾ തന്നെ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതായി ആതിര ഭർത്താവ് രാജീവിനോട് പറഞ്ഞിരുന്നു. എന്നാൽ പോലീസിനെ ഇക്കാര്യം അറിയിക്കാൻ ആതിര സമ്മതിച്ചതുമില്ല. മറ്റാരെങ്കിലും ഇക്കാര്യം അറിഞ്ഞാൽ താൻ ആത്മഹത്യ ചെയ്യുമെന്നും ആതിര ഭർത്താവിനോട് പറഞ്ഞു. ഇതിനാൽ ഭാര്യ പറഞ്ഞ വിവരം രാജീവ് ആരുമായും പങ്കുവച്ചില്ല. ജോൺസണുമായുള്ള സൗഹൃദത്തെ ചൊല്ലി ആതിരയും രാജീവും തമ്മിൽ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു. ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണ് സുഹൃത്തുക്കളോടും പോലീസിനോടും രാജീവ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത്. ആതിരയുടെ സോഷ്യൽ മീഡിയ ഉപയോഗം വളരെ കൂടുതലായിരുന്നുവെന്നും താൻ ഇക്കാര്യം പലതവണ വിലക്കിയിട്ടുണ്ടെന്നും രാജീവ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രാജീവ് ആതിര ദമ്പതികളുടെ വീടിന് തൊട്ടടുത്ത് ധാരാളം വീടുകൾ ഉണ്ടെങ്കിൽ പോലും യാതൊരു ശബ്ദവും നാട്ടുകാർ കേട്ടിരുന്നില്ല. ഇവരുടെ വീടിന്റെ മതിൽ ചാടിയാണ് പ്രതി എത്തിയതെന്നും സൂചനയുണ്ട്. ആലിയാട് സ്വദേശികളായ കുട്ടപ്പന്റെയും അമ്പിളിയുടെയും മകളാണ് ആതിര. കായംകുളം സ്വദേശിയായ രാജീവ് 24 വർഷമായി ഭരണിക്കാട് ഭഗവതി ക്ഷേത്ര പൂജാരിയാണ്. 8 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. കൃത്യം നടന്ന ദിവസം രാവിലെ വീട്ടിലെത്തിയ ജോൺസന് ആതിര ചായ നൽകി. പിന്നാലെ ആതിരയെ മയക്കിയ ശേഷം ജോൺസൺ കൊലപ്പെടുത്തുകയായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. കഴുത്തിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. ശരീരത്തിൽ മറ്റു മുറിവുകൾ ഒന്നുമില്ലായിരുന്നു. പുറത്തുനിന്നും കൊണ്ടുവന്ന കത്തിയായതിനാൽ കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാകാനാണ് സാധ്യതയെന്നും പോലീസ് പറയുന്നുണ്ട്. കൊലക്കുപയോഗിച്ച കത്തി മൃതദേഹത്തിന്റെ അരികിൽ നിന്നും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കൊലപാതകത്തിന് 5 ദിവസം മുമ്പ് പെരുമാതുറയിലെ ലോഡ്ജിൽ മുറിയെടുത്തു താമസിച്ച പ്രതി സംഭവത്തിനു ശേഷം മുറിയൊഴിഞ്ഞു. ആതിരയുടെ സ്കൂട്ടറിലാണ് ഇയാൾ കടന്നു കളഞ്ഞത്. കഴിഞ്ഞ ദിവസം രാവിലെ 11:30ഓടെയാണ് കായംകുളം സ്വദേശിയായ ആതിരയെ ഭർത്തൃവീട്ടിൽ കുത്തേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ 5:30ഓടെ അമ്പലത്തിൽ പൂജയ്ക്ക് പോയ രാജീവ് മടങ്ങിയെത്തിയപ്പോഴാണ് സംഭവം കാണുന്നത്. കൊലപാതകത്തിന് ശേഷം ഒളിവിൽ കഴിഞ്ഞ ജോൺസൺ വസ്ത്രങ്ങൾ എടുക്കാനായി വ്യാഴാഴ്ച പകൽ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന കോട്ടയം കുറിച്ചിയിലെ വീട്ടിലെത്തി. ഇവിടെ രാധാകൃഷ്ണൻ എന്നയാളെ പരിചരിക്കുകയായിരുന്നു ജോൺസൺ. ആതിര കൊലക്കേസ് വാർത്തകളിൽ പ്രതിയുടെ മുഖം കണ്ടിരുന്ന രാധാകൃഷ്ണന്റെ മകൾ രമ്യക്ക് തോന്നിയ സംശയമാണ് പ്രതിയെ കുടുക്കിയത്. രമ്യയോട് 1000 രൂപ കടം ചോദിച്ച ജോൺസൺ താൻ പോയിട്ട് നാളെ തന്നെ മടങ്ങി വരാമെന്നും പറഞ്ഞു. തുടർന്ന് രമ്യ അയൽവാസിയായ KR ഷാജിയെ വിവരമറിയിച്ചു. ഷാജിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് വരുന്നതുവരെ പണം തരാമെന്ന് പറഞ്ഞ് രമ്യ ജോൺസനെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. എന്നാൽ പോകാനിറങ്ങിയ പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ചു. തുടർന്ന് ചിങ്ങവനം പോലീസ് എത്തിയാണ് ജോൺസനെ കസ്റ്റഡിയിലെടുക്കുന്നത്.